ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രധാന പാതയിൽ എത്തേണ്ടുന്ന റോഡ് പൂർണ്ണമായും തകർന്നു. ചെളിവെള്ളം വ്യാപാര സ്ഥാപനങ്ങൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാവുകയാണ്. കുണ്ടും കുഴിയും നീക്കി ടാറിംഗ് ചെയ്ത് ടൗൺ ശുചീകരിക്കണമെന്നാണ് വ്യാപാര ഉടമകൾ പറയുന്നത്. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഒഴികെ മറ്റു വാഹനങ്ങൾക്ക് പുറത്തേക്കിറങ്ങേണ്ടുന്ന വഴിയാണ് ഇത്. കുണ്ടും കുഴിയും വെള്ളക്കെട്ടും നിറഞ്ഞ ഈ റോഡിലൂടെ വേണം വാഹനങ്ങൾ ബസ് സ്റ്റാൻഡ്, മാർക്കറ്റ്, പാർക്കിംഗ് ഏരിയ എന്നിവിടങ്ങളിൽ നിന്നും പ്രധാന റോഡായ സംസ്ഥാന പാതയിൽ പ്രവേശിക്കാൻ. എന്നാൽ ടാറിംഗ് ഇളകി കുണ്ടും കുഴിയുമായ ഈ റോഡ് തൊട്ടടുത്ത വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്നവർക്കും കാൽനട യാത്രക്കാർക്കും ചെളിവെള്ളം കെട്ടി നിൽക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കാൽനട പോലും ഏറെ പ്രയാസമാണിവിടെ. വാഹനങ്ങൾ എത്ര ശ്രദ്ധിച്ചു പോയാലും ചെളിവെള്ളം കടയിലും യാത്രക്കാരിലും തെറിക്കുന്നത് നിത്യ സംഭവം. റോഡിൻ്റെ ശോചനീയാവസ്ഥ നഗരസഭ അധികാരികളിൽ എത്തിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ലാത്ത സ്ഥിതിയാണ്. നഗരസഭയ്ക്ക് തൊട്ട് മുൻപിലായി കാണുന്ന ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം സ്ഥിതി ഇതുതന്നെ. പോലീസ് എയ്ഡ് പോസ്റ്റിനോട് ചേർന്ന് ബസ് റോഡിലേക്ക് പ്രവേശിക്കുന്നിടവും കുണ്ടും കുഴിയും നിറഞ്ഞു തന്നെ കിടക്കുന്നു. യാത്രക്കാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ കുഴിയിൽ വീണ് ചെളിവെള്ളത്തിൽ കുളിച്ചു പോകേണ്ടുന്ന അവസ്ഥയാണ് ഇവിടെ. റോഡ് വളരെ മോശമായതുകൊണ്ട് ഈ വണ്ടിയെല്ലാം പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. മുമ്പിൽ നിൽക്കുന്നവരെല്ലാം മുമ്പിൽ ചളി എറിക്കുന്നവരെ പ്രശ്നം മോശമാണ്. ഈ റോഡ് കുറെ ആയിട്ട് ഇങ്ങനെ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു, പക്ഷെ ഫണ്ടെന്ന് ഇതുവരെയായിട്ടും ഇതുവരെ ആയിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല. ഇതിലോട്ട് നടന്നു പോകാൻ തന്നെ ജനങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടിന് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ടൗണിലെ റോഡ് ഇവിടെ നടക്കാനും പറ്റുന്നില്ല, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. എന്താ ചെയ്യാ, നമ്മള് നടന്നു പോകുന്നില്ല. മൊത്തം താറിയ റോഡാണ്, മൊത്തം ചെടിയാ, ഇതിലെ വണ്ടി കൊണ്ട് പോകാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യപ്പോ നമ്മൾക്ക്? മൊത്തം കട്ട റോഡ്.